ഗൈസ്, കൃഷിയുടെ പുതിയൊരു വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട ഈ ചെടി നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? അശോകാവനം പെനി വോർത്തെന്ന് പറയുന്ന ഒരു ചെടിയാണ്. അതായത് വെള്ളത്തിലൊക്കെ വളർന്ന ചെടിയാണ് കേട്ടാ. അപ്പോൾ ഇന്റീരിയർ പ്ലാന്റ് ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ വേരോടെ നമ്മൾ അങ്ങ് കൊണ്ടുവയ്ക്കും. മനസ്സിലായോ? ഇത്രയും എടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു കൂടയില് കുറെ ഗപ്പി മീനുണ്ടായിരുന്നു. അപ്പോഴ് ആ മീനും ഈ താമരയും മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ എന്തോ ചെയ്തു, ഈ ഒരു സാധനം കിട്ടിയത് കൊണ്ട് കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇട്ട്. പിന്നെ ഒരു 2 മാസത്തേക്ക് ഞാൻ ഈ ഏരിയയിലോട്ടേ തിരിഞ്ഞു നോക്കിയില്ല. കണ്ട, ഇതിപ്പോഴാണ് ഞാൻ ഇവിടെ വൃത്തിയാണ്, അതും ചവിട്ടിയാണ് വൃത്തിയാക്കി വെച്ചേക്കണത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. കൂടെ കാണാനേ ഇല്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് പൊടിച്ചതിന് ശേഷം ഒരു മീനും എന്റെ അകത്തില്ല. അതാണ് വേറെ പ്രശ്നം. ഇത് കണ്ട, വേര് പോയി കണ്ട. ഇത് മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ടിഞ്ഞെടുക്കാം. അതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ വളർന്നുപോയി. അപ്പം നിങ്ങളത്തെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ വല്ല ചെടികളെ കൊണ്ട് വെള്ളത്തിൽ വളർന്ന ചെടികളെ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ജീവജാലങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാവും. അപ്പൊ അതൊക്കെ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, എനിക്കും ഒരു അബദ്ധം പറ്റി. നിങ്ങൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. പുതിയൊരു വീഡിയോ തന്നെ കാണാം. ടാറ്റാ.